നമസ്കാരം കൂട്ടുകാരെ, താളന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ ആലക്കോട്ട് അമ്പലത്തിലേക്ക്, വിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം നടക്കുന്നത് ഇന്നാണ്. അപ്പോൾ ഞാൻ ഏത് പ്രോഗ്രാം നടക്കുമ്പോഴും ആദ്യം ആലക്കോട്ടപ്പൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമേ പോകാറുള്ളൂ. ഇപ്രാവശ്യത്തെ ആദ്യത്തെ പ്രോഗ്രാം ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ആലക്കോട്ടപ്പൻ്റെ അടുക്കലേക്ക് വന്നതാണ്. ഇതാണ് ഞങ്ങളെ ആലക്കോട്ട് അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗങ്ങൾ കണ്ടില്ല. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളല്ലേ, അതിമനോഹരമായ കാഴ്ചയല്ലേ ഇതെല്ലാം. എനിക്ക് ഏടെ പ്രോഗ്രാമിന് പോകുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, ആലക്കോട്ടപ്പൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ എനിക്കായിട്ടൊരു ഫലം കിട്ടാറുള്ളൂ. ഇന്നിപ്പോൾ എനിക്ക് രാവിലെ വീട്ടിൽ തിരക്ക് തന്നെയായിരുന്നു. മോളും കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പണികളെല്ലാം ഒരുക്കിയിട്ട് ഇപ്പോൾ ഒരു 7:30 ആകുമ്പോഴേക്കും ഞാൻ അമ്പലത്തിലേക്ക് എത്തി. ഇതിപ്പോൾ ഞാൻ അമ്പലത്തിലേക്ക് എത്താറായി. അമ്പലത്തിൻ്റെ സൈഡിലൊരു കാപ്പി മരമുണ്ട്, ഒന്നല്ല കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു കാപ്പി മരത്തിൻ്റെ വീഡിയോ പിടിച്ചതാണ്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ അമ്പലത്തിലേക്ക് എത്തി. അങ്ങനെ അമ്പലനടയിലേക്ക് നമ്മൾ വിഷ്ണു ഭഗവാനാണ് കാണുന്നത്. വിഷ്ണു ഭഗവാനെ എനിക്ക് ഏതൊരു കാര്യത്തിനും, ഈ പ്രോഗ്രാം മാത്രമല്ല ഏതിനും എനിക്ക് എൻ്റെ വിളിപ്പുറത്തിൻ്റെ ഒരു ഇതാണ് ആലക്കോട്ടപ്പൻ. എന്നെ ഇന്നിപ്പോൾ ഈ നിലയിൽ എവിടെയെങ്കിലും കുറച്ച് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആലക്കോട്ടപ്പൻ്റെ ഒരു കനിവ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിപ്പോൾ ഈ എന്തെങ്കിലും ചെറിയൊരു നിലയിൽ എത്തിയിട്ടില്ല കൂടി. അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതാണ്. വീഡിയോ പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കാൻ പറയുന്നത്. സ്വന്തം തന്നെ ആയതുകൊണ്ട് വീഡിയോ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അങ്ങനെ ക്ലിയറായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല. പ്രദക്ഷിണം വെക്കെല്ലാം ചെയ്തിട്ട് പ്രസാദമെല്ലാം വാങ്ങിയിട്ട് ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് വീട്ടിലേക്ക് പോവലായി. ആലക്കോട്ടപ്പൻ്റെ മുമ്പിലേക്കെത്തി 3 വട്ടം പ്രദക്ഷിണമെല്ലാം വെച്ച് ആലക്കോട്ടപ്പനെ തൊഴുത് കാണിക്കയിട്ട് കുറിയെല്ലാം വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഇതാണ്. അവിടെ പിന്നെ അങ്ങനെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലൊരു അമ്പലമല്ല, നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൊരു അമ്പലമല്ലേ. വലിയ തിക്കും തിരക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും ഉച്ചയാകുമ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവും. ഒരു അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലേ പുറഭാഗത്താണ്. ഇവിടെ എന്ത് നല്ല അന്തരീക്ഷം എന്ന് പറയാം. നമുക്കിങ്ങനെ പക്ഷികളുടെ കളകളാരവും ഭയങ്കര, ചുറ്റും കവുങ്ങും തോട്ടമെല്ലാം ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ് അവിടെയെല്ലാം. എന്ത് മനോഹരം എന്നറിയാം ഇവിടെ. അങ്ങനെ അമ്പലത്തിലേക്ക് പോയിട്ട് വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ എല്ലാവരും എനക്കൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം നല്ല ബെസ്റ്റായിട്ട് ഇരിക്കണേ വെച്ചിട്ട്. എന്നുവെച്ചാൽ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഒരു പേടിയുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമല്ല. പക്ഷേ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളതോ അങ്ങനെയൊന്നുമല്ല, കുറച്ച് പ്രായമായവരതാണ്. അപ്പോൾ അവരെ നമ്മൾ വിചാരിച്ച രീതിയിൽ സ്റ്റേജിൽ കളിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ആലക്കോട്ടപ്പൻ്റെ കാരുണ്യം കൊണ്ട് നന്നായി കളിക്കാൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും ആലക്കോട്ടപ്പനെല്ലാം കൂടി ഇല്ലാന്ന്. അപ്പോൾ എല്ലാവരോടും ബൈ 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 ബൈ. പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷം പറയാം കേട്ടോ.